Good morning, all of you. Let us begin the class prayer. Thank you, God, for this beautiful day. Thank you for the world around us, for our friends, our teachers, and our work. Help us to grow in love and peace. Help us to care, to share, and to learn. Amen. Thank you. Good morning, everyone. I am Soumya Tony. I am well and I hope you will be also well. I would like to extend a warm welcome to our respected teacher for joining us today. We hope this day turns out to be as amazing it is. Start with that being said. Let us start off with our class. Sit back and enjoy. I invite Anjima for today's thought. Thank you. Good morning, all. Today's thought. The roots of education are bitter, but the fruit is sweet. Aristotle. Thank you. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Okay. Good morning to all. Please, we can start. മാം ഞങ്ങൾ പ്രെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു എല്ലാം കഴിഞ്ഞു. Good. Very good. That's nice. Thank you. Thank you so much. Okay. Thought എല്ലാം കഴിഞ്ഞു അല്ലേ? Thought for the day sign in എല്ലാം കഴിഞ്ഞു. Okay. So നിങ്ങൾക്ക് റിഗാർഡിങ് ഇതുവരെയും കഴിഞ്ഞ പോർഷൻസ് അല്ലെങ്കിൽ കുറച്ച് അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻസും തരാനുണ്ട്. എന്നാലും എന്തിനെങ്കിലും റിഗാർഡിങ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. പ്ലീസ്. ഓക്കെ, നമ്മൾ എവിടെ എടുത്തോണ്ടിരുന്നത്? വേറെ The roles of school in health education ആണ്. പേജ് നമ്പർ ഒന്ന് പേജ് നമ്പർ പറഞ്ഞു കൊടുക്കൂ. 7. Okay, roles of school in health education എന്ന് പറഞ്ഞു. Before that, roles of home in health education. ഒരു കുട്ടിയുടെ ഹെൽത്ത് ആൻഡ് ഹൈജീനില് ഒരു വീടിന്റെ പങ്ക് എന്തായിരിക്കും? വീട്ടില് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം?
നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കുന്നത്? Healthy food. Good habits ആണോ? Yes, food habits. Healthy Then food. Good manners. Hygiene. okay. ടോയ്ലറ്റ് ട്രെയിനിങ് അല്ലെ, അതിനകത്ത് ഗുഡ് ഹാബിറ്റ്സിൽ അതെല്ലാം പെടും. എന്നാലും ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ അത് നല്ല രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ സ്കൂളിൽ അവർ പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല. അത് മാത്രമല്ല, ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടി തന്നെ ചെയ്യാൻ ഇൻഡിപെൻഡന്റ് ആകണം എന്നുള്ളത് മാത്രമല്ല, ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ക്ലീൻ, അതായത് അവൻ അല്ലെങ്കിൽ അവൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിൽ ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം കുട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ. ഓക്കെ, അതും ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ പെടുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമുക്കറിയാം 3 years വരെയും അവർ വീട്ടിലാണ്, അവരെവിടെയും പോകുന്നില്ല. സോ വീടാണ് അവരുടെ ഫസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അവർ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ്, വീട്ടിൽ മറ്റുള്ളവരിൽ നിന്നാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അവർ റോൾ മോഡൽ ആക്കും. അമ്മയാകാം, അച്ഛനാകാം, ചേച്ചിയാകാം, ഗ്രാൻഡ് പാരന്റ്സ് ആകാം. കെയർ ഗിവേഴ്സ് ആരാണോ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അവരെ അവർ ഫോളോ ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ ഒരു ടെൻഡൻസി കുട്ടികൾക്ക്, ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ ബീയിങ്ങിനുള്ളൊരു ടെൻഡൻസിയാണ് അല്ലെ. ചെറുപ്പം മുതലേ നമ്മൾ എപ്പോഴും വലുതായി കഴിഞ്ഞാലും നമ്മൾക്ക് അക്സെപ്റ്റബിൾ ആയ ഒരു പേഴ്സണാലിറ്റിയെ കാണുമ്പോൾ നമുക്ക് ആളെ റോൾ മോഡൽ ആക്കാനായിട്ട് തോന്നില്ലേ? അത് അപ്പോൾ ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും അവരുടെ ആ ഒരു ചെറുപ്പം മുതലേ വരുന്ന ഒരു എന്താ പറയുക, ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് എന്ന് തന്നെ പറയാം. അപ്പൊ റോൾ മോഡൽ ആകേണ്ട ആളുകള് അവരെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ കുട്ടിയെ അടിച്ചും വഴക്ക് പറഞ്ഞും ഒന്നുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിപ്പിക്കേണ്ടത്. ഓക്കെ, സോ ഇനി നമുക്ക് സ്കൂളിലെ റോള് ഞാൻ അപ്പൊ ഒന്ന് ഷെയർ ചെയ്യാം. വീടിനടുത്ത് അംഗൻവാടികളുണ്ടോ? എല്ലാവരുടെയും തൊട്ടടുത്താണോ? ഞാൻ പറഞ്ഞിരുന്നോ നമ്മൾ ഈ പഠിച്ച ഹെൽത്തി ഹാബിറ്റ്സ്, ഹൈജീനിനെ കുറിച്ചുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് അവിടെ ചെന്നൊരു ക്ലാസ് പോലെ എടുക്കാനുള്ള പെർമിഷൻ ഒക്കെ ചോദിക്കുവാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അവർക്കും നമ്മള് ഒരു സർവീസ് പോലെ ചെയ്തു കൊടുക്കുന്നു. സർവീസ് പോലെ കേട്ടോ, വേറൊന്നും ഉദ്ദേശിച്ചല്ല. അപ്പോ നമുക്കും അതൊരു നമ്മുടെ ഗ്രോത്തിനും നമ്മളൊന്ന് അപ്ഗ്രേഡ് ആവാനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. മോസ്റ്റ് പ്രോബബ്ലി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളായിരിക്കും റീഡ് ചെയ്യുന്നതും എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. ബിക്കോസ് മൈ ത്രോട്ട് ഇസ് നോട്ട് ഇൻ എ ഗുഡ് മാനർ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഓക്കെ, അപ്പൊ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ എവിടെ വരെ വായിക്കണം ഞാൻ പറയാം. നമുക്കിവിടെ ആരോയില് കുറെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ വരെ പ്ലേസസ് എക്സെട്ര അത് വായിക്കും. എന്നിട്ട് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്ലീസ്. ഷുഡ് ഐ ചേഞ്ച് ദ വേ ദാറ്റ് വി ആർ ലേണിംഗ്? നിങ്ങൾക്ക് PDF അങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ, അതോ കൂടുതൽ പറയുന്നത് ബുദ്ധിമുട്ടാണോ? കൂടുതൽ പറയണം മാം, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുക. നമ്മൾക്ക് അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസുകൾ, ഓരോ കാര്യങ്ങളിലും നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മളൊരു മൂവിയിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കഥയിലായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. അപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നടന്നൊരു സംഭവമായിരിക്കും. നമുക്കത് റിലേറ്റ് ചെയ്യാം. ബട്ട് ഓൾവേസ് റിമെമ്പർ ദാറ്റ് നമ്മൾ അങ്ങനെ ഒരാളുടെ വേറൊരു കാര്യം എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആവരുതെന്ന് മാത്രം. ഓക്കെ, we should respect others' feelings. Okay, please. The roles of school in health education. Schools have a vital role to play in developing health alertness among the children. The sense of hygiene or well-being should last in the whole life of the individual. School should assert on cleanliness and neatness along
with a sense of hygiene. Madhyama. The school should help to develop essential habits of health. They include washing hands and mouth before and after having, keep personal hygiene by maintaining neatness and cleanliness, regular toilet habits, brushing teeth twice a day, using the toilet properly, washing oneself whenever necessary, especially after play, journey, etc. Also, developing these habits, the school must take care in providing children with healthy, balanced food, developing social habits of eating, drinking, using public places, etc. Various agencies for improving health education. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഇത്രയും വായിച്ചതിൽ നിന്ന് നമ്മൾക്ക് അതിപ്പോ സ്കൂളിലെ റോൾസ് ആണ്. ഇപ്പൊ നമ്മള് സ്കൂളിലെ ടീച്ചറാണ്, കൊച്ചു കുട്ടികളുടെ ടീച്ചറാണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ ഹാബിറ്റ്സ് ഒക്കെ കുട്ടികളിലേക്ക് ഏത് രീതിയിൽ കൊടുക്കാൻ പറ്റും? നമുക്കറിയാം കൊച്ചു കുട്ടികളാണ്, അവരെ കുറെ ലെക്ചർ ക്ലാസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അവരിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന മറ്റു മീഡിയാസ് ഉണ്ട് അല്ലേ? ത്രൂ വിഷ്വൽസ്, ത്രൂ ഗെയിംസ്, ത്രൂ ആക്ഷൻ സോങ്, ത്രൂ എനി ആക്ടിവിറ്റീസ്. നിങ്ങളുടെ ഐഡിയ എന്താ? എങ്ങനെ നമുക്ക് ഈ ഹാബിറ്റ്സ്, ഞാൻ അംഗൻവാടികളുടെ കാര്യം പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റീവായിട്ട് എങ്ങനെ കുട്ടികളെ ഇത് കാണിച്ചു കൊടുത്ത് അത് അവരുടെ ഉള്ളിലേക്ക് ചെല്ലണം. ആ ഒരു ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടാവും. അവരത് അവരുടെ വീട്ടിൽ ചെന്ന് പറയൂ അല്ലെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം പറഞ്ഞിട്ട് ഇങ്ങനെ പാരന്റ്സിന്റെ പുറകെ നടക്കും. ഓക്കെ, നിങ്ങളുടെ ഐഡിയാസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എങ്ങനെ നമുക്ക് ഈ ഹാബിറ്റ്സ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കാം? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഫസ്റ്റ് പോയിന്റ് കണ്ടോ? വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിങ്. നമ്മുടെ കോവിഡ് സമയം വന്നപ്പോ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് പറഞ്ഞിട്ട് ഒരു കാര്യം വന്നു അല്ലേ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അത്? പിക്ചർ ഇല്ല. ഓക്കെ, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് പറഞ്ഞിട്ടൊരു കാര്യം വന്നിരുന്നു അല്ലെ? എങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യാം. പണ്ടത്തെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ലൈക്ക് പ്ലസ് ഹാൻഡ് വാഷിന്റെ, അത് വെച്ചിട്ട് ട്രോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യണം. അതൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ. അത് പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മളിപ്പോ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്നു റെഫറൻസിന് വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ AI സെർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ പിക്ചേഴ്സ് ആയിരിക്കും അല്ലെ? അപ്പൊ ഒരാൾ ചെയ്ത പോലെ തന്നെ വേറൊരാൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രൈം ഒന്നുമല്ല. ഓക്കെ, സോ ഇറ്റ് ക്യാൻ, അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിന് വിഷമമൊന്നും വിചാരിക്കേണ്ട, ഞാൻ എന്റെ കോപ്പി ചെയ്തു അങ്ങനെയല്ല. നമ്മളിപ്പോ ക്ലാസ്സിൽ ചിലപ്പോ ചെയ്യാത്തവരുണ്ടാവും, അപ്പൊ അവർക്ക് ഇത് എങ്ങനെയാന്ന് മനസ്സിലാകാതാവുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യൂലേ, എങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പൊ ഷെയർ ചെയ്യുന്ന കാണുന്നവര് അതേപടി ചെയ്ത് വെക്കരുത്, നമ്മളുടേതായ ഒരു ചേഞ്ചസ് അതിൽ വരുത്തണം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന നമുക്കും ഫീൽ ചെയ്യണം. ആക്ടിവിറ്റി ആയിട്ട് ചെയ്താൽ മതി, നിങ്ങൾ ചെയ്ത് കയ്യിൽ കീപ്പ് ചെയ്താൽ മതി. ഒരു ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുവോ ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഒന്നും കൂടി പറയോ മാം? ആക്ടിവിറ്റി അതായത് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്, ആ സ്റ്റെപ്സ് ഇല്ലേ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതിന്റെ, ഇങ്ങനെയൊക്കെ പിടിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ചെയ്യില്ലേ? ഹോസ്പിറ്റൽസിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതെ അതെ, വേണമെങ്കിൽ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. എന്തോ അഡ്വർടൈസ്മെന്റ് ആണോ? അഡ്വർടൈസ്മെന്റ് അല്ല, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. അത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നവർക്ക് വരച്ച് നല്ല കളർഫുൾ ആക്കാം. അതല്ല വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികൾ വരയ്ക്കെങ്കിൽ പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് വരപ്പിക്കുമ്പോ അവരുടെ കൂടെ ഇരിക്കണം കേട്ടോ. വലിയ ചാർട്ടിൽ വേണോ മാം? ഹാഫ് ആയാലും മതി, എനിക്ക് തോന്നുന്നു ഹാഫ് മതി. എഴുതണോ എന്തെങ്കിലും അതിനെപ്പറ്റി? ഒന്നുമില്ല, 1, 2, 3 സ്റ്റെപ്സ് എഴുതിയാലും മാത്രം മതി. പിന്നെ ആ പ്രോസസ് കണ്ടാ മനസ്സിലാവുമല്ലോ. റബ്ബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രോസസ് ഉണ്ടല്ലോ, അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ? ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സെന്റൻസിൽ എഴുതി വെച്ചാലും മതി. അത് നമ്മൾ സ്കൂളിൽ കൊണ്ടേ കുട്ടികളെ കാണിക്കുമ്പോൾ ആ ഇമേജ് അവരുടെ മനസ്സിൽ വരണം. അവർ ഹാൻഡ് വാഷിന് പോകുമ്പോൾ അവരത് ചെയ്ത് നോക്കണം. നമുക്ക് വേണമെങ്കിൽ ആക്ടിവിറ്റി ആയിട്ട് സ്കൂളില് കുട്ടികളെ കൊണ്ടുപോയി, കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ വാഷ് ബേസിൽ കൊണ്ടുപോയി
ചെയ്യിപ്പിക്കാം ഈ ചാർട്ട് കാണിച്ചിട്ട് അവിടുത്തെ പെർമിഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ ചാർട്ടിൽ തന്നെ ചെയ്യണോ? ബുക്ക് ചെയ്താൽ കുഴപ്പമുണ്ടോ? ബുക്ക് ചെയ്താൽ കുഴപ്പമില്ല. ചാർട്ടിലാകുമ്പോൾ കുറച്ച് വലിയ പിക്ചേഴ്സ് ആക്കാം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ബുക്കിലാവുമ്പോൾ ഓരോരോ പേജിൽ ഓരോ പിക്ചർ ആയിട്ട്, ചാർട്ടാകുമ്പോൾ കുട്ടികളെ കാണിക്കാൻ എളുപ്പമാണല്ലോ. ബുക്കിലാവുമ്പോൾ നമുക്ക് എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ട്, അങ്ങനെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നല്ലതായിരിക്കും. മാം, ഇതൊരു പാട്ട് രൂപേണയായിട്ടും പറയാൻ പറ്റില്ലേ അങ്ങനെ? പറയാലോ, തീർച്ചയായിട്ടും. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഐഡിയകൾ പറയൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അവരെ കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ഐഡിയ പറഞ്ഞാൽ. ആക്ഷൻ സോങ് ആയിട്ട്. യെസ്, ആക്ഷൻ സോങ് ആയിട്ട് പറയാം. നമുക്ക് മാസ്ക് അല്ലെ, ഫേസ് മാസ്ക് പോലത്തെ മാസ്ക് യൂസ് ചെയ്തിട്ട് സ്റ്റോറിയുടെ രൂപത്തിൽ പറയാം. ബാക്ടീരിയയുടെയും വൈറസിന്റെ ഒക്കെ പടത്തിൽ മാസ്ക് ഉണ്ടാക്കി അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ. അപ്പൊ ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടൊരു കുട്ടി നിൽക്കുന്നു, സോ അതിനെ കാണുമ്പോൾ ഇത് ഓടിപ്പോകുന്നു. അങ്ങനത്തെ രീതിയിലൊക്കെ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലും, പക്ഷെ അതിലൂടെ ആ മെസ്സേജ് ഉള്ളിലേക്ക് ചെല്ലണം. കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അബ്സ്ട്രാക്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം, ഭയങ്കര നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ അവർക്ക് എന്താന്ന് അവർക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയി പോകും. അതേസമയം നമ്മളൊരു പിക്ചറിലോ പറഞ്ഞ പോലെ ആക്ഷൻ സോങ്ങോ ആ രീതിയിലൊക്കെ കാണിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇവരുടെ ഉള്ളിലേക്ക് ചെല്ലും. ഹാൻഡ് വാഷിങ്ങിന്റെ സ്റ്റെപ്പ് ആയിട്ട് ഫോട്ടോ കൊടുക്കണം, അങ്ങനെയാണ്. അതെ അതെ അതെ, കുറച്ച് വലുപ്പം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, വലിപ്പം മീൻസ് ഓരോ പിക്ചറിനും ഈ ഒരു കൊച്ചു നോട്ട്ബുക്കാണ്. ഈ ഒരു നോട്ട്ബുക്കിന്റെ ഒരു വലിപ്പം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്കൊരു ചാർട്ടിന്റെ ഹാഫില് 4 ടെക്നിക്കിന്റെ സ്റ്റെപ്സ് എങ്കിൽ ഒരു ചാർട്ടിന്റെ ഹാഫ് മതിയായിരിക്കും. ആ ഒരു രീതിയിൽ വരയ്ക്കാൻ അറിയുന്നവർ വരയ്ക്കൂ, പേസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്ന അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മള് ഫസ്റ്റ് പോയിന്റ് അത് അങ്ങനെ പറഞ്ഞു, പല പല ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് കുട്ടികളിലേക്ക് അത് എത്തിക്കാം എന്നുള്ളത്. പിന്നെ മാസ്ക് ഫേസിൽ ഇങ്ങനെ നമ്മളൊരു ചെറിയ ത്രെഡ് വെച്ച് ഇങ്ങനെ വെക്കുന്ന രീതിയിലുള്ള മാസ്ക് യൂസ് ചെയ്യാം. അതല്ല സ്റ്റിക്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഫേസിന്റെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പിടിക്കുന്നതാകാം. അപ്പൊ അതൊരു ക്ലാസ്സിലൊരു കുട്ടി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കാന്ന് പറഞ്ഞപ്പോ ചെറിയ കൈകളല്ലേ, അപ്പൊ അവർക്ക് വേദനിക്കുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അത് സ്കൂൾ നടത്തുന്നതായിരുന്നു. അപ്പൊ പറഞ്ഞില്ല മാം, വേദനിക്കുമ്പോ അവര് കൈ മാറി പിടിക്കുന്നു, അവർക്കത് ഇഷ്ടമാന്ന് പറഞ്ഞു. പിന്നെ ഒരു ക്ലാസ്സിലെ കുട്ടി ചെയ്തതാണ്, ഫിംഗേഴ്സിൽ ഇങ്ങനെ ക്യാപ്പ് പോലെ ഇട്ടിട്ട് ഓരോ പിക്ചർ ആ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് കഥ പറയണതും അങ്ങനെയൊക്കെ രീതിയിൽ ഉള്ള അങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നോക്കുക, ഭയങ്കര കോസ്റ്റ് ഒന്നും മെറ്റീരിയൽസ് ഒന്നും വാങ്ങണ്ട, നമുക്ക് അവൈലബിൾ മെറ്റീരിയൽസ് നോക്കുക. പിന്നെ അത്യാവശ്യം വേണമെന്ന് ബൈ ചെയ്യേണ്ടതാണ്, വാങ്ങിക്കേണ്ട വരുന്നത്, അതിന് മാത്രം സ്പെൻഡ് ചെയ്യുക. ഡോണ്ട് സ്പെൻഡ് ടു മച്ച്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആഡ് ചെയ്യാം? സെക്കൻഡ് പോയിന്റില് പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക അല്ലെ. പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വ്യക്തി ശുചിത്വം, മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ആൻഡ് ക്ലീൻനെസ്. നമ്മുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുമ്പോഴേക്കും എന്താണ്? നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോഴേക്കും കളിക്കുക. പറഞ്ഞു പ്ലീസ്. പുറത്തു പോയി വന്നാല് കുളിക്കാൻ പറയാം. പിന്നെ നെയിൽസ് എപ്പോഴും വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാം. പിന്നെ മുടിയൊക്കെ ചീകി ഒതുക്കി വെക്കാൻ വേണ്ടി പഠിപ്പിക്കാം. ഇതൊക്കെ നമുക്ക് പിക്ചർ കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാ അല്ലെ. ഇതിന്റെ എല്ലാം പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ്, എക്സ്പെൻസീവ് ക്ലോത്ത്സ് എന്നല്ല, നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ്. അത് ഒത്തിരി ടൈറ്റും ആകരുത്, ലൂസും ആകരുത്, കുട്ടിക്ക് പാകമാകുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യാം നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച്. ഓക്കെ, അടുത്ത തേർഡ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്.
ടോയ്ലറ്റ് ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് വീട്ടില് ആ 3 വയസ്സ് വരെയും വീട്ടിൽ കഴിയുമ്പോൾ ആ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് കിട്ടുമ്പോഴാണ് കുട്ടിക്ക് ആ ഒരു റെഗുലർ ആയിട്ട് ആ ഒരു ടൈം വരുമ്പോൾ. അപ്പൊ ഭക്ഷണവും അതിനനുസരിച്ച് സമയത്ത് കൊടുക്കുമ്പോഴാണ് ഡൈജഷൻ ഒക്കെ പ്രോപ്പറായി നടക്കുന്നത്. ഭക്ഷണത്തില് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ്, കാരണം വെച്ചാൽ ഇവര് വലുതായി വരണേ ഉള്ളൂ. അവരുടെ ഡൈജസ്റ്റീവ് ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് ആ ഓരോ ഏജ്, നമ്മളിപ്പോ ഏത് ഏജ് ആണെങ്കിലും നമ്മൾ പ്രായമാകുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ഡൈജസ്റ്റ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇനി 2 times ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആക്ഷൻ സോങ്ങിലൂടെ, നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കിൽ ഒരു സെക്കൻഡ് റെക്കോർഡ് ബുക്ക് ഉണ്ട്, ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് 2 റൈം എഴുതാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അതിനനുസരിച്ച് റൈം എഴുതാം. ഓക്കെ, ശ്രദ്ധിക്കുക, 2nd, 3rd റൈമും സ്റ്റോറിയുമാണ്. അപ്പോ ഈ റൈമും സ്റ്റോറിയും നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് നല്ല മെസ്സേജുകൾ കിട്ടുന്ന രീതിയിൽ, അവർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള റൈമും സ്റ്റോറിയും വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതായത് സ്റ്റോറിയിലൂടെ അവർക്ക് നല്ല നല്ല മെസ്സേജുകൾ കിട്ടണം, മോറൽ വാല്യൂസ് കിട്ടണം. പിന്നെ ഇംഗ്ലീഷിലാണോ മാം റൈമും സ്റ്റോറി എഴുതേണ്ടത് റെക്കോർഡില്? ഇംഗ്ലീഷിലാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും അസൈൻമെന്റ് സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതണമല്ലേ? സിമ്പിൾ ഇംഗ്ലീഷ്. കുഞ്ഞുങ്ങൾക്ക് വലിയ ടഫ് അങ്ങനത്തെ വേണ്ടല്ലോ, സിമ്പിൾ ആയിട്ട്. പിന്നെ കഥയൊക്കെ എഴുതുമ്പോൾ നമ്മളെപ്പോഴും കഴിഞ്ഞു പോയ കാര്യം ഒരിക്കലും ഒരിടത്ത്, അതായത് വൺസ് അപ്പോൺ എ ടൈം അങ്ങനെയൊക്കെയല്ലേ, കഴിഞ്ഞതാണ്, പാസ്റ്റ് ടെൻസിലല്ലേ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതുക. എന്നിട്ട് അതായത് ഒരു മെസ്സേജ് അതിലൂടെ വരണം. അത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മിസ്സേ, പറയും. സ്റ്റോറി ഒക്കെ എഴുതുമ്പോൾ നമ്മൾ തന്നെ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ. വെച്ചാൽ ഞാനൊരു ഇന്റർവ്യൂവിന് പോയപ്പോൾ അവർ എന്നോട് 2 ഒബ്ജക്റ്റ് പറഞ്ഞു, ഒരു പിഗ് ആൻഡ് ക്ലോക്ക്. അത് വെച്ചിട്ട് എന്നോട് ഒരു സ്റ്റോറി പറയാൻ പറഞ്ഞു. മോറൽ ഒന്നും വേണ്ട, ഒരു സ്റ്റോറി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരിക്കും ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കണേ. എന്തെങ്കിലും 2 ഒബ്ജക്റ്റ് പറയും, എന്നിട്ട് അതിനെ പറ്റി സ്റ്റോറി പറയും. ഞാൻ പറഞ്ഞ സ്റ്റോറി എന്നെ അവര് ചെല്ലാൻ പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് ഒത്തിരി ലോങ് ആയിരുന്നു, മോനെ ഇട്ടിട്ട് പോകാൻ വയ്യാത്തതുകൊണ്ടാണ് പിന്നെ ഞാനവിടെ പോവാതിരുന്നത്. ഒരു പ്രീ സ്കൂളായിരുന്നു, ഡേ കെയർ, മറ്റേ LKG UKG അങ്ങനെയുള്ള ഭയങ്കര സ്റ്റാൻഡേർഡ് സ്കൂളായിരുന്നു. അപ്പൊ എല്ലാം ഇംഗ്ലീഷ് ആയിരുന്നു, ഇന്റർവ്യൂ ഒക്കെ ഇംഗ്ലീഷ് ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കണേ. അപ്പൊ നമ്മൾ സ്റ്റോറി ഒക്കെ എഴുതുമ്പോൾ തന്നെ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഭയങ്കര ഉപകാരമായിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ 2nd, 3rd റെക്കോർഡ് നിങ്ങളുടെ സ്വന്തം ക്രിയേഷൻ ആണ്. അതിനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. ഒന്നും കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നില്ല. കാരണം ഞാൻ എഴുതിയ കഥകളും ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ആ സ്റ്റോറിയെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മളുടെ സെൽഫ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. തന്നെത്താനെ എഴുതേണ്ട കഥകളും റൈംസും ആണ്. പക്ഷെ വൈവ സമയത്ത് ഒരു കഥ അതിലെ പറയൂ എന്ന് പറയുമ്പോൾ എല്ലാം ആമയും മുയലും, കുറുക്കൻ മുന്തിരി കിട്ടാത്തത്, ഇതൊക്കെയാണ് പറയുന്നത്. മാർക്ക് അവിടെ കുറയ്ക്കും, ഡെഫിനറ്റ്ലി അവിടെ മാർക്ക് കുറയ്ക്കും. കാരണം അതുപോലെ വളരെ കുറച്ച് പേര് മാത്രമാണ് തന്നെത്താൻ എഴുതുന്നത്. എനിക്ക് അതിനുള്ള കഴിവില്ല, അതാണ് പറയുന്നത്. നമ്മള് ഒരു മെഡിറ്റേഷൻ നമ്മളുടെ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രെയറിന്റെ രീതി അതൊക്കെ കഴിഞ്ഞ് മനസ്സ് വളരെ പീസ് ആൻഡ് കാം ആക്കിയതിനു ശേഷം നമ്മൾ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരും, ക്രിയേറ്റീവായിട്ട് വരും. കുട്ടികൾക്കുള്ള മോറൽ കൊടുക്കാനാന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വരും. ഇപ്പൊ തന്നെ ചെയ്യണം. അപ്പൊ അതിനെ പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെ നമ്മളുടെ ഒരു യൂസഫ് അലിയുടെ ഒരു സ്കൂളുണ്ട്, പ്രയാർ ലീമർ എന്നോ അങ്ങനെയാണ് സ്കൂളിന്റെ പേര്. വളരെ സ്റ്റാൻഡേർഡ് സ്കൂളാണ്, +2 വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഇന്റർവ്യൂവിന് പോയപ്പോ നമ്മൾ ചെയ്യിപ്പിച്ച എല്ലാ മെറ്റീരിയൽസും ആയിട്ട് ആ കുട്ടി പോയത്. അപ്പൊ ഞാൻ സോക്സ് ഉപയോഗിച്ച് ഇവരെ സ്നേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ അവര് പറഞ്ഞു അത് വെച്ചിട്ടൊരു കഥ പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നില്ലേ? അപ്പൊ ആ സോക്സ് വെച്ച് അപ്പൊ ഒരു കഥ പറഞ്ഞു. അവർക്കറിയാം അങ്ങനെ ഒരു കഥയൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ അത്. അപ്പൊ നിങ്ങൾ അതൊക്കെ അങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ട് സോക്സ് ഒക്കെ, പഴയ സോക്സ് കാണുമല്ലോ കുട്ടികളുടെ, അതൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും. ചിലര് സോക്സ് വെച്ച് റാബിറ്റിനെയൊക്കെ ഉണ്ടാക്കി. അതെങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ സ്നേക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. സ്നേക്കിനെ ഉണ്ടാക്കി, റാബിറ്റിനെ ഉണ്ടാക്കി. മേ ബി അതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്ത് ചെവിയുടെ ഭാഗമൊക്കെ ഒന്ന് നീട്ടി വെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, സ്പഞ്ച്, ബ്ലോക്ക് സ്പഞ്ച് അല്ലേ, സ്പഞ്ച് വെച്ചിട്ട് നമ്മൾ ടെഡി ബെയറിനെ ഉണ്ടാക്കില്ലേ, നമുക്ക് ആ കണ്ണും മൂക്കും ഒന്ന് കിട്ടിയാൽ മതി. അപ്പൊ അതൊക്കെ നമുക്ക് ലോ കോസ്റ്റിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഓക്കെ,
അപ്പൊ അത് വന്നു. പിന്നെ ഇതെല്ലാം ടോയ്ലറ്റ് പ്രോപ്പർലി, പിന്നെ നമ്മള് ആഫ്റ്റർ പ്ലേ ജേർണി ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ നമ്മള് കുളിക്കുക, എന്നിട്ട് ഡ്രസ്സ് മാറുക, വാഷ് ചെയ്ത നല്ല ഡ്രസ്സ് ഇടുക. ഇത് സ്കൂളിൽ ഡെവലപ്പ് ചെയ്യണം ഈ ഹാബിറ്റ്സ്. പിന്നെ സോഷ്യൽ ഹാബിറ്റ്സ്, അതായത് നമ്മൾ ഒരു പബ്ലിക് പ്ലേസിൽ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് ഭക്ഷണം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഭക്ഷണം ഒന്നും വേസ്റ്റ് ആക്കാതെ ആവശ്യത്തിന് മാത്രം എടുത്ത് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അവരെ ശീലിപ്പിക്കുക. ഓക്കെ, ഫുഡ് വേസ്റ്റ് ആക്കുന്നതൊക്കെ അതൊക്കെ ഒരു സോഷ്യൽ ക്രൈം ആണെന്നുള്ള രീതിയിൽ തന്നെ അവരെ സൂചിപ്പിക്കുക. കാരണം മിക്കയിടത്തും കാണാം കുട്ടികളിങ്ങനെ ഈ പബ്ലിക് പ്ലേസിൽ പോയിട്ട് കുറെ എടുത്തിട്ട് പിന്നെ കുറെ കൊണ്ട് കളയണു, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള രീതി. അപ്പൊ ആവശ്യത്തിന് കഴിക്കാനും അത് അങ്ങനെ പബ്ലിക് പ്ലേസിലൊക്കെ പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 പാരഗ്രാഫ് പോലെയുണ്ട്, അതാരെങ്കിലും റീഡ് ചെയ്യാമോ? ഇത് ഓക്കെ അല്ലേ? കഴിഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ വായിക്കാം മാം. എക്സെട്ര വരെ കേട്ടോ. വായിക്കും. Various agencies for improving health education care. Books, chart and posters showing proper hygiene situation. Chart including in the rules of healthy living. Feature film, radio programs, etc. When it comes to in the level of the small children, they learn many things by role modeling. So teachers and other adults who collaborate with them can show good health habits in school, particularly in usage for toilets, washing hands before editing something, etc. Okay, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമുക്ക് പല ഏജൻസികളിൽ നിന്നും ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടും. ബുക്സ്, മാഗസിൻ അല്ലെ, നമുക്ക് കിട്ടുന്ന അവയർനെസ് കിട്ടുന്ന മാഗസിൻസ് ഏതൊക്കെയാണ്? മലയാളം ആരോഗ്യമാസിക. പിന്നെ ന്യൂസ് പേപ്പറിലൊക്കെ ചിലപ്പോ ചില കോളംസിൽ ആരോഗ്യത്തെ കുറിച്ചുണ്ടാവും അല്ലെ. ഡോക്ടർ സംസാരിക്കുന്നത്, ഡോക്ടറോട് ചോദിക്കാമെന്നോ, TV പ്രോഗ്രാംസ് ഇല്ലേ? കിട്ടും മാഡം. അതെ, ഡോക്ടറോട് ചോദിക്കാം, അങ്ങനെയുള്ള രീതിയിലുള്ളത്. പിന്നെ അംഗൻവാടികളിൽ ചില സമയത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ വന്നിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അവിടെയുള്ള ആ ഏരിയയിലുള്ള ആളുകൾക്ക് ജോയിൻ ആവാം, പ്രത്യേകിച്ചും അവിടുത്തെ കുട്ടികളുടെ പാരന്റ്സിന് ചെല്ലാം, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ചിൽഡ്രൻസ് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഫസ്റ്റ് ക്രൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പല ഇൻഫർമേഷൻസ് തരുന്ന ചാർട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇത് കുട്ടികളെ ഫീഡ് ചെയ്യുന്ന കാര്യവും, പിന്നെ നമ്മൾക്ക് വെയിറ്റ് ഓവർ ആണെങ്കിൽ ബോഡി കാണിക്കുന്ന ചില സിംറ്റംസ്, പിന്നെ കുട്ടികളില് ചെറിയ പെൺകുട്ടികളില് പീരീഡ്സ് റെഗുലർ ആകാതിരിക്കുന്നതിന്റെ പല ലക്ഷണങ്ങളും, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക. അങ്ങനെ കുറെ ഇൻഫർമേഷൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോയിരിക്കുമ്പോ ഇങ്ങനെ കാണാം, ചാർട്ടായിട്ട് കാണാം. കുറച്ചുകൂടെ ഒരു വലിയ ഹോസ്പിറ്റലുകളൊക്കെ കൂടുതൽ എന്താ പറയാ ഫെസിലിറ്റീസ് ഒക്കെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ അതവിടെ സ്ക്രീനിൽ ഇങ്ങനെ വീഡിയോ പോലെ അവർ കാണിക്കുന്നത് കാണാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവിടെ ഞാൻ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് പോകേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ, ഡോക്ടർ വെയിറ്റ് ചെയ്തപ്പോ ഇങ്ങനെ കാണിച്ച ഒരു വീഡിയോ ആണ്. ഡോക്ടർ ഇങ്ങനെ ഒരു റിസപ്ഷന്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് റിസപ്ഷനിൽ ഇരുന്ന സ്റ്റാഫ് ഇങ്ങനെ കണ്ടിന്യൂസ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് വെള്ളം കുടിക്കുക. അപ്പൊ ഡോക്ടർ ചോദിക്കും, എന്താ ഇങ്ങനെ കണ്ടിന്യൂസ് വെള്ളം കുടിക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയുന്നത്, ഡോക്ടർ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമുണ്ട്, അപ്പൊ പേടിയാണ്, കാരണം അതിന്റെ പെയിൻ വല്ലാത്തയാണല്ലോ, എനിക്ക് വന്നതാണ്, അപ്പൊ പേടിയുണ്ട്, അതുകൊണ്ട് പിന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോൺ അങ്ങ് പോകുന്ന പറയണത്. ഡോക്ടർ പറഞ്ഞു, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ പോവില്ല. ശരിയാണ്, ചെറിയ ചെറിയ സ്റ്റോൺസ് എല്ലാം പെട്ടെന്ന് അങ്ങനെ യൂറിനിലൂടെ വാഷ് ഔട്ട് ആയി പോകും. പക്ഷെ അത് മാത്രമല്ല, പുതിയത് വരാതിരിക്കുകയും ചെയ്യും.
പക്ഷെ നമുക്ക് ഓൾറെഡി ഉള്ള വലിയ സ്റ്റോൺസ്, അതായത് ഈ ഇതിന്റെ ട്യൂബിന്റെ വിഡ്ത്തിനേക്കാളും വലിയ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ് തന്നെ എടുക്കേണ്ടി വരും. ചിലപ്പോൾ പ്രൊസീജിയർ ചെയ്ത് അത് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പുതിയത് വരികയില്ല, ചെറുതല്ല വാഷ് ഔട്ട് ആയി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു അവയർനെസ്. എനിക്ക് ശരിക്കും ആ ഒരു അവയർനെസ് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയി. കാരണം ഞാനും അതേ ഇത് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്നും ചില ഡെന്റൽ ഏരിയയിൽ ചെല്ലുമ്പോൾ അവര് പല്ലിന്റെ കുറെ കാര്യങ്ങൾ പറയുന്നതാണ്, കണ്ണിന്റെ അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ ഇതുപോലെ വലിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കുറെ അവയർനെസ് അതിൽ നിന്ന് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു. പണ്ടത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ ചാർട്ടുകളും പോസ്റ്റേഴ്സും ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ ഹെൽത്തി ലിവിങ്ങിന് വേണ്ടുന്ന ചാർട്ട്സ് ഇൻക്ലൂഡിങ് റൂൾസ് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മൂവീസ് അല്ലെ, മൂവികളിൽ നിന്ന് നമുക്ക് കുറെ മെസ്സേജ് കിട്ടും. നമ്മുടെ വൈറസ് അല്ലെ, വൈറസ് ഒരു മൂവി ഇറങ്ങിയിരുന്നു. പിന്നെ വേറെ ഏതായിരുന്നു, റേഡിയോ പ്രോഗ്രാംസ് ഉണ്ട്. പണ്ടൊക്കെ റേഡിയോ ആയിരുന്നു നമുക്ക് അങ്ങനെ ഒരു മീഡിയമായിട്ട് വന്നിരുന്നത്. അപ്പൊ ടി വിയിൽ പിന്നെ യൂട്യൂബിൽ എത്രയോ ഡോക്ടേഴ്സിന്റെ ചാനൽ ഉണ്ടല്ലേ, ആയുർവേദ ആണെങ്കിലും അങ്ങനെ, പിന്നെ യോഗ അങ്ങനത്തെ കാര്യങ്ങൾ കുറേ ഉണ്ട് യൂട്യൂബിൽ. നല്ല ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ആണെങ്കിൽ നമുക്ക് നല്ല നല്ല ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ ഏതെങ്കിലും ഒക്കെ ഒരു സെഷനിൽ 5 minutes ഇങ്ങനെയുള്ള എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള, മേ ബി ഇപ്പൊ യോഗ അറിയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള, ഇപ്പൊ പൊതുവെ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നവർക്ക് കഴുത്തിന് പെയിൻ ഉണ്ടാകാം, പിന്നെ സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്ക് കൈയുടെ വിരലുകൾക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതിന് വേണ്ടുന്ന എക്സസൈസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഒരു ഹെൽത്തി ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും റെസിപ്പിയുടെ ടിപ്സ്. പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്കുന്ന അമ്മമാർ എപ്പോഴും കൺഫ്യൂഷനാണ്. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് സ്നാക്ക്, ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് എന്ത് കൊടുക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കൊടുക്കും. അങ്ങനെ മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഓടി പോകും പിള്ളേര്. അവരെ കഴിപ്പിക്കാവുന്ന രീതിയിൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. എന്റെ മോൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ സ്കൂളിലുള്ള ദിവസം കൊടുത്താലും അവൻ കഴിക്കില്ല. അപ്പൊ ഞാൻ ആകെ കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ. എവറി ഡേ കഞ്ഞി കുടിച്ചിട്ടാ പോകുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റിന്റെ രാവിലെ പോകുമ്പോൾ അവൻ വളരെ ഒരു ചപ്പാത്തി കൊടുത്താൽ അതിന്റെ ഒരു കാൽഭാഗം പോലും കഴിക്കില്ല. അപ്പൊ അതിലും നല്ലത് കഞ്ഞി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു എന്റെ മോനും അതെ, സ്കൂളിൽ പോകുമ്പോ കഞ്ഞി കുടിക്കുള്ളൂ. ശനി ഞായർ അവധി ദിവസങ്ങളിൽ മാത്രമേ പലഹാരം കഴിക്കുള്ളായിരുന്നു. അതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് കുട്ടികളെ എങ്ങനെ അവർക്ക് ഹെൽത്തി സ്നാക്സ് വൈകിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പൊ കുഞ്ഞു കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടികളുള്ള അമ്മമാരുണ്ടാവും. ആർക്കും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഷെയറിംഗ് ഒക്കെ നമുക്ക് നടത്താം. ഞാനൊരു മൂവി കണ്ടിരുന്നു റിലേറ്റഡ് വിത്ത് ഈ ഒരു ഇത്. അത് മൂവിയുടെ ഹിന്ദി മൂവി ആയിരുന്നു. മൂവിയുടെ പേര് ഞാനൊന്ന് നോക്കുന്നില്ല. പ്രൈം മിനിസ്റ്റർക്ക് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. മൂവിയുടെ പേരും അങ്ങനെ എന്തോ ആണ്, ചിട്ടി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർക്കുള്ള ആ ഒരു കത്താണ്. അതൊരു ചേരി പ്രദേശമാണ്, സ്ലം ഏരിയ. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് താമസിക്കുന്നവര്, അവർക്ക് ടോയ്ലറ്റ്സ് ഇല്ല. അപ്പൊ ആളുകള് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അപ്പൊ ലേഡീസിന് പകല് പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെല്ലാരും കൂട്ടമായിട്ട് രാത്രിയാണ് പോകുന്നത്. ഈ പഴയ കമ്പാർട്ട്മെന്റുകളും ബോഗിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ അതിന്റെയൊക്കെ മറവിലാണ് അവര് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു മോനും എന്റെ അമ്മയും കൂടിയാണ് താമസിച്ചിരുന്നത്. അച്ഛനില്ല. മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 years, 8 years അത്രേ വരുള്ളൂ, ചെറിയ മോന്. അപ്പൊ ഇവന് അമ്മയെന്ന് പറഞ്ഞാൽ ജീവൻ, അമ്മയെ ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്റെ അമ്മ എങ്ങാണ് കാണാനും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവരിങ്ങനെ രാത്രിയിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇവർ ഒറ്റയ്ക്കായിരുന്നു പോകുന്ന സമയത്ത് ഇവരെ ഒരാളെ ആക്രമിക്കും, അത് റേപ്പ് ചെയ്യും. ഇപ്പൊ കൊച്ചിന് മനസ്സിലായില്ല എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അമ്മ ഭയങ്കര കരച്ചില്. അപ്പൊ ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അമ്മ കരയുന്നതെന്ന് വിചാരിച്ചിട്ട് ഈ മോൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന്റെ മുകളില് ഒരു ടോയ്ലറ്റ് ഇങ്ങനെ കുഴി ഒക്കെ എടുത്ത ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്ത് സാരികൾ കൊണ്ട് കുറെ കമ്പൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ അതിങ്ങനെ കവർ ചെയ്ത് ഉണ്ടാക്കുക. അപ്പോ എന്നിട്ട് അമ്മയെ കൊണ്ടുപോകും അവിടെ. പക്ഷെ ഭയങ്കര കാറ്റ് വന്നപ്പോ അത് മറിഞ്ഞു വീണു.
അപ്പൊ ഇവനെ എന്ത് ചെയ്തു, അവിടുത്തെ ഈ ലോക്കൽ അതോറിറ്റി ഉണ്ടാവുമല്ലോ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ടോയ്ലറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് കുട്ടികള്, ഇവന്റെ പ്രായത്തിലുള്ള കുറച്ച് പേരുണ്ട്, പറയുമ്പോഴേക്കും ആ ഓഫീസേഴ്സ് ഇവനെ കളിയാക്കുവാണ്. അപ്പൊ ഇവനോട് ആരോ പറയും പ്രധാനമന്ത്രിയെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും. അങ്ങനെ ഇവൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിട്ട് നേരിട്ട് കൊടുക്കാനായിട്ട് പോവുക. അങ്ങനെ ഇവനിങ്ങനെ പ്രധാനമന്ത്രി, അമ്മയ്ക്ക് അമ്മ ഉണ്ടാവുമല്ലോ, ആ അമ്മയ്ക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലെങ്കിൽ ആ അമ്മ കരയില്ലേ, അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്കും ടോയ്ലറ്റ് വേണം, അല്ലെങ്കിൽ അമ്മ കരയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ നിഷ്കളങ്കമായിട്ടൊരു കത്തെഴുതുവാണ്. കത്തെഴുതിയിട്ട് ഈ കത്തുമായിട്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകണം. അപ്പൊ ഇവര് താമസിക്കുന്നത് മുംബൈയിലാണ്, അങ്ങനെ എന്തോ. ഇപ്പൊ ഡൽഹിയിലേക്ക് പോകണല്ലോ, അങ്ങനെ ട്രെയിൻ കയറണം, ടിക്കറ്റ് ഒന്നും എടുക്കാൻ കാശൊന്നുമില്ല. അങ്ങനെ കള്ളവണ്ടി കയറിയാണ് പോകുന്നത്. അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് പ്രധാനമന്ത്രിയുടെ ആ ഒരു ഒഫീഷ്യൽ ബംഗ്ലോ പോലെ ഉണ്ടാവുമല്ലോ, അവിടെ ചെല്ലുമ്പോഴേക്കും ഗാർഡ് തടയും. അപ്പൊ ഇവൻ പറയില്ലേ, ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണണം, ഈ കത്ത് കൊടുക്കാനാണെന്ന് പറയുകയാണ്. അപ്പൊ ഗാർഡ് തടഞ്ഞ് ഇവരെ അങ്ങോട്ട് ഓടിച്ചു വിടാൻ നോക്കുക. അപ്പോഴാണ് മന്ത്രിയുടെ PA ഇത് കാണുന്നത്. അദ്ദേഹം പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര കൗതുകം തോന്നും ഈ കുട്ടികളെ കാണുമ്പോൾ. അദ്ദേഹം ചോദിക്കുമ്പോൾ പറയും പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുക്കാൻ വേണ്ടി വന്നതാന്ന് പറയും. അപ്പൊ ശരി, ഞാൻ കൊടുക്കാം, ധൈര്യമായിട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടും. അങ്ങനെ ഇവൻ തിരിച്ചു പോരും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവൻ അവിടെ ചെന്ന ലോക്കൽ അതോറിറ്റി, കളിയാക്കി വിട്ട ലോക്കൽ അതോറിറ്റി ഇവരുടെ സ്ലം ഏരിയ വിസിറ്റ് ചെയ്യുവാണ്. കാരണം പ്രധാനമന്ത്രിയുടെ അവിടെ നടത്തുന്ന ഒഫീഷ്യലായിട്ട് ലെറ്റർ വരും, എത്രയും പെട്ടെന്ന് അവിടെ ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരവിടെ വന്ന് അവിടെ മുഴുവൻ നോക്കി അതിന് പറ്റിയ ഏരിയയില് പബ്ലിക് ടോയ്ലറ്റ് ഏകദേശം ഒരു 10-12 ടോയ്ലറ്റ്സ് ഒരുമിച്ച് കൊടുത്ത് നിറയെ ക്ലീൻ ചെയ്യാനുള്ള വെള്ളത്തിനുള്ള സംവിധാനവും എല്ലാ കാര്യങ്ങളും നോടാക്കി കൊടുക്കുന്നതായിട്ടാണ് ആ ഒരു കഥ. എന്റെ പേര് ചിട്ടി, പ്രധാനമന്ത്രി ചിട്ടി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേരായിരുന്നു, മറന്നുപോയി. അക്ഷയ് കുമാർ ആണോ ഹീറോ? അത് അക്ഷയ് കുമാറിന്റെ ഒരു ടോയ്ലറ്റ് പറഞ്ഞിട്ട്. ഇതില് മെയിൻ സ്ട്രീമിലുള്ള ആരുമില്ല, കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കഥാപാത്രം. നമ്മൾക്ക് അറിയാവുന്ന അങ്ങനെ ക്യാരക്ടേഴ്സ് ഒന്നും അതിലില്ല. ആകെയും ഒരാളുണ്ടല്ലോ, അയാളുടെ പേര് ആ പ്രധാനമന്ത്രിയുടെ PA ആയിട്ടുള്ള ഒരാളെയാണ് കുറച്ചുകൂടെ ഇച്ചിരി ഫേമസ് ആയിട്ട് എനിക്ക് അതിനകത്ത് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ആ ലോക്കൽ അതോറിറ്റീസിലെ ഓഫീഷ്യൽസ് വരുന്നതും അവരെ മാത്രമാണ് പല മൂവിയിലും ചെറിയ അതുൽ കുൽക്കർണിയോ പ്രധാനമന്ത്രിയുടെ PA ആയിട്ടുള്ള ഒരാള്, പിന്നെ മറ്റേ 2 പേര്, ഒരു ലേഡി ഒരു ആളും ഒഫീഷ്യൽ. ബാക്കിയെല്ലാം നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, മെയിൻ സ്ട്രീമിലൊന്നും വന്നിട്ടുള്ള ആൾക്കാരും അല്ല. പക്ഷെ കുട്ടികളുടെ അഭിനയം അത് ഭയങ്കര രസമായിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങളെ ചെറിയ മൂവീസ് ഒക്കെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ നല്ല മൂവീസ് ആയിട്ട് തോന്നും. ഭയങ്കര കളർഫുൾ മൂവി ഇല്ല, ഗ്ലാമർ ആയിട്ട് ഒന്നുമില്ല, പക്ഷെ നല്ലൊരു മെസ്സേജ് ആയിരുന്നു ഇതൊക്കെ. അങ്ങനെ അതൊക്കെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മള് പേഴ്സണൽ ഹൈജീൻ. ഓക്കെ, ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ഒരു പ്രോബ്ലം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം തൊണ്ടവേദനയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് കഴിയുമ്പോഴേക്കും അത് മൂക്ക് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആവാൻ തുടങ്ങി. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടാൻ തുടങ്ങി, ചുമ വന്നു. അപ്പൊ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞത് എന്റെ മൂക്കിലും തൊണ്ടയിലും സ്വെല്ലിംഗ് ഉണ്ടെന്ന്. അപ്പൊ ആ രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് നമ്മളുടെ ചില ഡെയിലി ആക്ടിവിറ്റീസ് അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഫീവർ ഇല്ല, ഇത് 2 ഉള്ളൂ. പുതിയൊരു സംഭവം വൈറലാണ്, എനിക്കും ഉണ്ടായിരുന്നു 2 ആഴ്ച മുമ്പ്. ഭയങ്കരമായിട്ട് റണ്ണിങ് നോസ്, വെള്ളം പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, പനിക്കുന്നില്ല. തൊണ്ടയിലും ഇറിറ്റേഷൻ ആയിരുന്നു. ഇപ്പൊ പുതിയ വൈറലാണെന്ന് പറഞ്ഞു ഡോക്ടർ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന്, ടൈപ്പ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞത്. അതിന്റെ ഒരു നെരിയാവ് അത്രയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് ശരിക്കും ബുദ്ധിമുട്ടായി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീൻ. അതെ മാമ, ഒരു കാര്യം പറയട്ടെ മാമേ. ഈ ചുമയും നല്ല ജലദോഷവും മാത്രമേ ഉള്ളൂ എങ്കില് ഏലാദശമൂല ലേഹ്യം എന്ന് പറഞ്ഞൊരിതേ, കാരണം എന്റെ മോനൊക്കെ ഒട്ടും മാറുന്നില്ലായിരുന്നു. എന്നിട്ട് അത് അങ്ങനെ ഒരു ലേഹ്യം വളരെ കുറച്ചുകൂടി നല്ല എഫക്റ്റീവ് ആണ്. പെട്ടെന്ന് തൊണ്ടവേദന സൗണ്ട് മാറിയിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഇതാവും. ഏലാദശമൂല ലേഹ്യം എന്ന് പറഞ്ഞു. ഒന്നും ആയുർവേദാണ്. ശരി മാം.
ഓക്കെ, നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീൻ. ആ 2 പാരഗ്രാഫ് ആരെങ്കിലും വായിക്കാമോ? ദ ഹ്യൂമൻ ബോഡി, പിന്നെ ആ ഒരു ഹൈജീൻ ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ, ഇവിടെ വരെ. Personal hygiene. The human body can provide places for diseases causing germs and parasites to grow and reproduce. These places include the skin and innate around the opening of the body. It is less likely that germs and parasites will get inside the body if people have good personal hygiene habits. Personal hygiene may be described as the principle of maintaining neatness and grooming of the external body. Personal hygiene is, as it says, personal. Everybody has their own habits and standards that they have been taught or they learn from others. It is basically the promotion and continuance of good health. So, for proper and organized working of the body, it is necessary to have good personal hygiene. Through proper health education, we have to develop good hygiene habits in children. ഓക്കെ, സോ പേഴ്സണൽ ഹൈജീൻ അല്ലെ, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസീസിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ല സ്ഥലം തന്നെയാണ്. അവർക്ക് വളരും, റീപ്രൊഡ്യൂഷൻ ഒക്കെ നടക്കും. ചില പാരസൈറ്റ്സ് പോലുള്ളതുണ്ട്. നമ്മൾ എത്ര കഴിച്ചാലും ബോഡി ഭയങ്കര വീക്കാവും. ആ കഴിക്കുന്ന ന്യൂട്രിയൻസ് മുഴുവൻ ഈ അണുക്കളായിരിക്കും വലിച്ചെടുക്കുന്നത്. അങ്ങനെ ടേപ്പ് വേം അങ്ങനത്തെ പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, കൊക്കപ്പുഴു എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്റെ നാടവിര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതൊന്നും ഇപ്പൊ അങ്ങനെ കാണുന്നില്ല അല്ലെ. അപ്പൊ ആളുകളുടെ ജീവിത നിലവാരം കൂടിയതിന്റെ ഒക്കെ ഒരു ഇതായിരിക്കാം. അപ്പൊ നമ്മുടെ സ്കിൻ, നമ്മുടെ ബോഡിയിൽ ഓപ്പണിംഗ് ആയിട്ടുള്ള എവിടെയും ഈ ഒരു ജേംസ് എല്ലാം എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അതുപോലെ നല്ല ഗുഡ് പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ എത്ര അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മൾ ചിലപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആളുകളുമായി സോഷ്യലൈസ് ചെയ്യുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു, ബസ്സിൽ കയറുന്നു, ഷോപ്പിൽ കയറുന്നു, അല്ലെ, നമുക്ക് അറിയില്ല അടുത്ത് വരുന്ന ആൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, അതൊന്നും നമുക്ക് അറിയില്ല. പിന്നെ ചില സമയത്ത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമ്പോഴും ഇൻഫെക്ഷൻ്റെ ഏറ്റവും കൂടുതലുള്ള ഏരിയ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവര് നല്ല രീതിയിൽ അവിടെ സാനിറ്റൈസേഷനും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കുറെയൊക്കെ അതിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാകാത്തത്. അപ്പൊ അങ്ങനെ പല രീതികളിലും നമുക്ക് നമ്മുടെ ബോഡി നമ്മൾ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും, പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, ഗ്രൂം ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ എക്സ്റ്റേണൽ ബോഡി പാർട്സ്. കാരണം ത്രൂ എയർ, ത്രൂ വാട്ടർ, കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ്, ഇതിലൂടെ എല്ലാം പല അസുഖങ്ങളും വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് പുറത്തു പോകുമ്പോൾ നമ്മൾ തന്നെ നല്ല തിളപ്പിച്ചാറിയ വെള്ളമോ നമ്മൾ സാധാരണ കുടിക്കുന്ന ക്ലീൻ വാട്ടർ നമ്മൾ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പുറത്തുനിന്ന് വാങ്ങിച്ചതിന് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത്രയും നമുക്ക് ഉറപ്പുള്ളിടത്തുനിന്ന് മാത്രം കഴിക്കണം. ചില സമയത്ത് ലോങ് ജേർണി ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, അതാണ് ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ബ്രാൻഡഡ് ആയിട്ടുള്ള വൺസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില റെസ്റ്റോറൻറ്റുകളൊക്കെ കാണുമ്പോൾ എല്ലാവരും അവിടെ തന്നെ കയറുന്നതൊക്കെ. പിന്നെ പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് കുട്ടികളിലെ ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഒരു 6 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 6 പോയിന്റ്സിലെ 2 പോയിന്റ്സ് ആയിട്ട് ഓരോരുത്തർ വായിക്കാമോ? 2 പോയിന്റ് ഒരാള് അങ്ങനെ റീഡ് ചെയ്യാമോ? പ്ലീസ്. Habits of cleanliness. Habits once formed become a part of the personality of the child. So they must learn good habits from the period of being young. The teachers show clean and tidy that itself affects the habits of the students. Clean body skin. If the surface is not kept clean, it will not be able to check the influence of germs. So teachers should highlight the significance of a clean body, skin and the outer surface of the body. Thank you. Yes. ഓക്കെ, ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ് അല്ലെ. നമ്മളിവിടെ നമ്മള് സ്കൂളുകളിൽ അപ്പൊ നമ്മളുടെ റോള് വളരെ കൂടുതലാണ്. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളും ഒരുപക്ഷെ കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് അവരവരുടെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും കേട്ടോ.
അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ കുട്ടികളിൽ നല്ല ഹാബിറ്റ്സ് കൊണ്ടുവരാം എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ പല ആക്ടിവിറ്റീസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന നമ്മൾ തന്നെ പറഞ്ഞു അല്ലെ, റൈംസ് ത്രൂ ആക്ഷൻസോ, കഥകള്, അങ്ങനെ പല പല കാര്യങ്ങളും, പിന്നെ ചില ചാർട്ടുകൾ അവർക്ക് കണ്ടാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെൽത്ത് ഹാബിറ്റ്സ് തരുന്ന അല്ലെങ്കിൽ ക്ലെൻലിനെസിനെ പറ്റി ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ചാർട്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ വൺസ് ഒരു ഹാബിറ്റ് നമ്മളുടെ ലൈഫിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അത് ആ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ പാർട്ട് തന്നെയായി മാറും. കാരണം നമുക്കറിയാം ചെറുപ്പത്തിലേ ശീലിക്കുന്നതാണ് നമ്മൾ വളരുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെ, എത്ര വളർന്നാലും. അപ്പോൾ അത് നല്ല ഹാബിറ്റ്സ് ആണെങ്കിലോ ആ ഒരാളുടെ പേഴ്സണാലിറ്റി എത്ര നന്നായിട്ട് ഡെവലപ്പ് ആകും. സോ അതുകൊണ്ട് ഗുഡ് ഹാബിറ്റ്സ് ആയിരിക്കണം അവരവരുടെ കൊച്ചിലെ ചെറിയ പ്രായത്തിലേ ശീലിക്കേണ്ടത്. അപ്പൊ ടീച്ചേഴ്സ് ആണ് അതായത് ടീച്ചറെ ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. ഈ ഒരു ക്ലെൻലിനെസ് അല്ലെങ്കിൽ ആ ഒരു റോൾ മോഡൽ. ടീച്ചർ വളരെ ഷാബി ആയിട്ട് മുഷ്ടി വേഷത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ കുട്ടികളിലും കാണുന്നത് മുഴുവൻ അതല്ലേ. ഇപ്പൊ ടീച്ചർ നല്ല ക്ലീൻ ടൈഡി ആയിട്ട് തന്നെ വരികയും വേണം. ആ ഹാബിറ്റ്സ് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് ക്ലീൻ ബോഡി സ്കിൻ. നമ്മുടെ സർഫസ്, അതായത് നമ്മുടെ ബോഡി പാർട്ട്, എക്സ്റ്റേണൽ പാർട്ട് നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. അത് ഈ എന്താ പറയുക, അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ ജേംസിന്റെ അണുക്കളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകില്ല. അങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് വരുന്നവരുടെ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ആ ഒരു ക്ലീൻ ബോഡിയുടെ ഇമ്പോർട്ടൻസ് ടീച്ചർ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. നമ്മുടെ സ്കിൻ, ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി, അതെല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. ടീച്ചർമാരെ ക്ലാസ്സിൽ ചോദിക്കുമല്ലോ, പിന്നെ ദിവസം കുളിക്കുന്ന കാര്യങ്ങളെ പറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. പിന്നെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഭയങ്കര മോശമായിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പാരന്റ്സിനുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പാരന്റ്സ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. ഓക്കെ, നെക്സ്റ്റ് 2 points. Neatness of hair, nails, finger and teeth. This part of our body should be maintained clean by washing, combing, cutting and brushing whenever required. Then next point, ears, eyes, nose and throat. Ears, being one of the most important organs of the body, should be cared for, and any defect or injury in the ears should be immediately brought to the notice of a doctor. Eyes should be washed regularly with clean water. In the same way, these nose and throat are also to kept clean. Throat is joined with nose, ears and mouth. Thank you, ma'am. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ മുടി, നെയിൽസ്, ഫിംഗേഴ്സ്, ടീത്ത്, ഇതെല്ലാം നല്ല നീറ്റ് ആയിട്ട് വെക്കണം. നെയിൽസ് നല്ല കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെക്കണം. മുടി നല്ല ചീകി ഒതുക്കി വെക്കണം. അതുകൊണ്ടാണ് സ്കൂളുകളിൽ അത് പെൺകുട്ടികൾ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ 2 സൈഡ് കെട്ടിവെക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒതുക്കി കെട്ടിവെക്കുക. ആൺകുട്ടികൾ ഹെയർ സ്റ്റൈല് ഭയങ്കര ഒരു എന്താ പറയാ, വളരെ ഡിഫറെന്റ് രീതിയിലൊക്കെ കുട്ടികൾ ചെയ്യാറുണ്ടല്ലോ. അത് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് സാധാരണ ചെയ്യുന്ന പോലെ നല്ലപോലെ അത് ട്രിം ചെയ്ത് സൂക്ഷിക്കുക എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ ചെവി, കണ്ണ്, മൂക്ക്, ത്രോട്ട്, ഇതെല്ലാം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് നല്ല പോലെ കെയർ ചെയ്യണം. ചെവിക്കുള്ളിൽ കുട്ടികളൊന്നും ഇടാതെ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് അവിടെ മുറിവ് വരും. ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് തന്നെ, പിന്നെ മൂക്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർ ഇടും, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. കണ്ണെപ്പോഴും വാഷ് ചെയ്യണം. ഡ്രൈ ആയിട്ടിരിക്കുന്നത് നല്ല ക്ലീൻ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യണം. സെയിം വേ തന്നെ നോസും ത്രോട്ടും നല്ലതായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം. നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വാ നല്ലപോലെ കഴുകുന്നതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ വായിക്കകത്ത് എന്തെങ്കിലും പസ്സൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാകെ ഈ പോർഷൻ മുഴുവനും ബാധിക്കും. ഓക്കെ, ഇപ്പൊ മൗത്ത് ഒക്കെ നല്ലപോലെ എല്ലാം ജോയിന്റ് ആണല്ലോ. ത്രോട്ട് വിത്ത് നോസ്, ഇയേഴ്സ് ആൻഡ് മൗത്ത് എല്ലാം തന്നെ ക്ലീൻ ആയിട്ട് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് 2 points. Yes, please. One foot, Please, clothing. One puts on different type of clothes according to various season. Those should be clean and neat. The undergarments which are close to the body should also be kept clean and dirty. Habits of using handkerchief. We have to
develop the habits of using handkerchiefs in children. They can use it while they and sneezing, coughing, yamming, etc. Health education help a person to keep his body healthy and keep himself free from illness. The health of each individual is very required to build a healthy community. മാം ഒരു സംശയം മാം, നമുക്ക് കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഡേ കെയർ തുടങ്ങാൻ പറ്റുമോ മാം? തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാലോ, തീർച്ചയായിട്ടും തുടങ്ങാം. അതിന് എന്തെങ്കിലും റൂൾസ് റെഗുലേഷൻസ് ഉണ്ടോ മാം? അങ്ങനെ തുടങ്ങുമ്പോൾ കുട്ടികളുടെ നമ്പർ അനുസരിച്ചുള്ള സ്പേസ് വേണം. പിന്നെ അവർക്ക് ആവശ്യത്തിന് ടോയ്ലറ്റ്, നല്ല ക്ലീൻ ഹൈജീൻ ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി വേണം, പ്ലേയിങ് ഏരിയ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല ക്ലീൻ വാട്ടർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഹൈജീൻ, അതൊക്കെ നോക്കി അതിനനുസരിച്ചാണ് അത് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ തുടങ്ങാല്ലേ ഡേ കെയർ? അപ്പൊ എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, കാരണം എനിക്ക് ഒരു ലവ്ലിയെ സംബന്ധിച്ചത് അതായിരിക്കും ഏറ്റവും നല്ലത് പുറത്തു പോകുന്നതിനേക്കാളേ. എനിക്ക് ഏജ് ആണല്ലോ, എനിക്ക് സ്കൂളിലൊന്നും കിട്ടില്ലല്ലോ മാം. എനിക്ക് 50 ഏജ് ആയി, ഇപ്പൊ ഈ കഴിഞ്ഞ നവംബറിൽ 50 ആയി. അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിലൊക്കെ വന്ന് കഴിയുകയാണെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് ഒരു ലേഡിയെ ഒരു സെർവന്റിനെ നിർത്തി നമുക്കൊക്കെ ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ട്. പിന്നെ വീട്ടില് നമ്മള് ഫ്രീ ആണ്. ഞാനും എൻ്റെ ഒരു ഇളയമയും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഗൾഫിലാണ്, പിന്നെ മോനും ഇപ്പൊ ദുബായിക്ക് പോയി. അപ്പൊ സ്പേസ് ഉണ്ട്. അപ്പൊ സാവധാനം, പെട്ടെന്നല്ല. ഓക്കെ മാം. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് വാങ്ങണം എന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ കുട്ടികൾക്ക് അവരുടെ കളിക്കാനും അവരുടെ ആക്ടിവിറ്റീസ് വെച്ചാൽ ത്രൂ പ്ലേ ആണ് അവർ ഓരോന്ന് പഠിക്കുന്നതല്ലോ. അതാണ് നമ്മുടെ മെത്തേഡ്. ജോലിക്കാരൊക്കെ ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങക്ക് ഇവിടെ ഒത്തിരി ജോലിക്കാരൊക്കെ പോണവരുണ്ട്. അപ്പൊ അതാവുമ്പോ ചെറിയ കുട്ടികളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ. നമ്മുടെ വീടാവുമ്പോ ഈ ജോലിക്ക് പോകുന്നവർ ഇപ്പൊ 8 മണിക്ക് ശേഷം വരുന്നവരാണെങ്കിലും അവർക്ക് സമാധാനമായിട്ട് വന്ന് എടുക്കാലോ. നമ്മളിപ്പോ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യുവാണെങ്കിൽ ഫ്രീയാണ് മാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നല്ല കാര്യം. ശരിക്കും പറഞ്ഞാൽ കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആണല്ലോ ഇതുപോലെ. ജോലിക്ക് പോകുന്ന അമ്മമാരാണ് ഏറ്റവും ആ ഒരു കാര്യത്തിൽ പലപ്പോഴും അവര് ഫോഴ്സ്ഫുള്ളി ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. കുഞ്ഞുങ്ങളെ നോക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്തെ നമ്മൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ വളരെ ഹാപ്പി ആവും. ഇനി ഇപ്പോഴേ അതിന്റെ ഓരോ സ്റ്റെപ്സ് ഒക്കെ മനസ്സിലാക്കി എല്ലാം നോക്കി വെച്ചോളൂ, എന്തൊക്കെ വേണം എന്നുള്ളത്. ഫ്രാഞ്ചൈസി ആയിട്ട് തുടങ്ങാനായിട്ട് പറ്റുമല്ലോ? ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മെയിൻ ആയിട്ടുള്ളതിന്റെ ഫ്രാഞ്ചൈസി പോലെ എടുത്ത് ചെയ്യില്ലേ? അതെ അതെ, അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഉണ്ടല്ലോ ടൈം കിഡ്സ്, യൂറോ കിഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫ്രാഞ്ചൈസി പോലെ നമുക്ക് എടുക്കുകയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. മെറ്റീരിയൽസ് അങ്ങനെയുള്ളതൊക്കെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എമൗണ്ട് എന്തോ അതെ അതെ. അപ്പൊ മെറ്റീരിയൽസിനെ പറ്റി നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം ചെല്ലുക. കാരണം മിക്ക സ്ഥലത്തും മോണ്ടിസോറി മെറ്റീരിയൽസ് നല്ല കോസ്റ്റ്ലിയാ. അപ്പോ കാരണം നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസിൽ റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. വുഡ്, ഗ്ലാസ്, മെറ്റൽ അങ്ങനെയുള്ളതൊക്കെയാണ്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാ. പ്ലാസ്റ്റിക്കിന്റേതോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതോ ഒന്നുമില്ല. കൂടുതലും വുഡനാണ്. അപ്പൊ അതിനൊക്കെ ഇച്ചിരി കോസ്റ്റ് കൂടും. മേ ബി ഒരു 2 lakhs അടുത്ത് വരുമായിരിക്കും എല്ലാം കൂടെ വരുമ്പോ. നമുക്ക് ലോൺ കിട്ടോ മാം അങ്ങനെ തുടങ്ങുവാണ്? അത് ലോൺ എനിക്ക് തോന്നി മൈക്രോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ലോൺ. അതായത് ചെറുകിട വ്യവസായം അങ്ങനെ വരില്ലേ? അങ്ങനെ കിട്ടുമെങ്കിൽ അതാണല്ലോ നല്ലത്. ഓക്കെ മാം. നമ്മുടെ ഈ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പോയിന്റില് 3ാമത്തെ ലൈനില് യോണിംഗ് എന്നാണ്. അതായത് കോട്ടുവായുടെ YAWNING ആണ്. എൻ മിസ്സിംഗ്. W കഴിഞ്ഞിട്ട് ഒരു എന്നും കൂടി ഉണ്ട്. സ്നീസിങ്, കഫിങ്, യോണിംഗ്. ഹാൻഡ്കർച്ചീഫ്. ഇതിനകത്ത് ക്ലോത്തിങ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ക്ലോത്തിന്റെ കാര്യം നല്ല ക്ലീൻ നീറ്റ് ആയിരിക്കണം. അണ്ടർഗാർമെന്റ്സ് മാത്രമല്ല, സോക്സ് ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ ബോഡിയുമായിട്ട് നല്ല ക്ലോസ് ആണല്ലോ. അപ്പൊ അത് നല്ല ക്ലീൻ ആയിട്ട്. ചില കുട്ടികൾ ഈ സോക്സ് ഇങ്ങനെ
വാഷ് ചെയ്യാതെ യൂസ് ചെയ്യും. അപ്പൊ അതിൽ നിന്നൊരു ഡാൻസ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതൊക്കെ നല്ല ക്ലീൻ ആണെന്ന് ഉറപ്പുവരുത്തണം. അതിന് പാരന്റ്സുമായിട്ട് നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യണം. അതിന്റെ ഹാബിറ്റ് പിന്നെ ആ രീതിയിലുള്ള അവയർനെസ് അവർക്ക് കൊടുക്കണം. എപ്പോഴൊക്കെ അവര് ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോ, സ്നീസ് ചെയ്യുമ്പോ, കഫ് ചെയ്യുമ്പോ, കൂട്ടുവായിടുമ്പോ, യോൺ ചെയ്യുമ്പോ ആ സമയത്തൊക്കെ ഹാൻഡ് കർച്ചീഫ് വെച്ച് കവർ ചെയ്യണം എന്നുള്ളതൊക്കെ അവരെ പഠിപ്പിക്കാം. ഓരോ ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് നല്ലൊരു ഹെൽത്തി, അങ്ങനെ ഓരോരുത്തരും ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വരുന്നത് ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആണെന്ന്. So that is the end of that unit. Okay, so നമുക്കൊന്ന് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റുമോ ഇംഗ്ലീഷില്? Okay, ma'am. Please. The topic covered by Jisha ma'am today was the role of school in health education. Schools play an important role in promoting health awareness among children. They help students develop good hygiene and health habits such as washing hands, maintaining cleanliness, brushing teeth, using toilet properly, and eating balanced food. Schools should also promote neat and clean environments and teach social habits like proper eating manners in public. To improve health education, resources like books, posters, charts, films, and radio programs are used. For younger children, learning happens through role modeling, so teachers and adults must demonstrate good health habits. Personal hygiene. Personal hygiene is essential for preventing germs and parasites from entering the body, especially through the skin and body opening. It involves maintaining cleanliness and grooming of the external body. Habits of cleanliness should start in early childhood. Teachers play a key role of in modeling and promoting these habits. Clean body and skin help prevent germ infections. Hair, nails, fingers, and teeth must be regularly cleaned, combed, cut, and brushed. Ears, eyes, nose, and throat must be kept clean, and any issues should be reported to a doctor. Clothing should be neat and appropriate to the season, and undergarments must be clean and properly used. Proper person hygiene leads to good health and should be taught through effective health education. Children should be taught the habit of using handkerchiefs, especially while sneezing, coughing, yawning. Health education helps individuals stay healthy and avoid illness. The health of every person is essential to building a healthy community. Thank you, ma'am. Okay, thank you so much. Sign out undo. Good morning, everyone. I am Mridula, and it's my privilege to deliver the sign out for today's class. Today we discussed about the topic role of school health education and personal hygiene. School delivered a structured health education through various subjects and activities covering the topic hygiene. In personal hygiene is important role for health of a children. So follow the personal hygiene steps. Thank you, ma'am, and I would also like to thank you, my batchmates, for active participation today. Thank you. Have a good day. താങ്ക് യു മാം. ഒരു Okay, bye. സംശയമുണ്ട്. നമുക്ക് വൈവ Ma'am, ഇംഗ്ലീഷിലായിരിക്കും കൊടുക്കുന്നത്. ma'am, വരുന്നത് chapter ma'am ഇംഗ്ലീഷിലായിരിക്കും. ആണോ എടുക്കണേ? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്. അതെ അതെ. ഓക്കെ മാം. മാം ഒരു സംശയം, നമുക്ക് വൈവ വരുന്നത് ഇംഗ്ലീഷിലായിരിക്കാം മാം സംസാരിക്കേണ്ടത് നമ്മള്? നിങ്ങളുടെ കംഫർട്ടബിൾ ലാംഗ്വേജ്, നമ്മൾ മലയാളം ആയാലും ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം. ഈ മിക്സഡ് ആയിട്ട് പറയണോ നോ പ്രോബ്ലം. ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മൾ നല്ല ലാംഗ്വേജ് തന്നെ പറയുക, കൊളക്കിലായിട്ട് യൂസ് ചെയ്യരുത്. ബിക്കോസ് ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ലാംഗ്വേജ് യൂസ് ചെയ്യുക. അത്രയും മാം, ടീച്ചേഴ്സ് ചോദിക്കുന്നതും ഇംഗ്ലീഷിലായിരിക്കോ? അങ്ങനെയാണോ? ഇല്ല. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണോ അവർ സംസാരിച്ചു തുടങ്ങുന്നത് അതുപോലെ ഉള്ള ലാംഗ്വേജ് തിരിച്ച് പറയും. അത്രയേ ഉള്ളൂ.
Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.